അശ്വന്ത് കോക്കിനെതിരെ വീണ്ടും കേസ്. മോശം റിവ്യൂയിലൂടെ കോടികളുടെ നഷ്ടം. അശ്വന്ത് കോക്കിനെതിരെ കേസ്. സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ മൂവി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ധ്യാൻ ശ്രീനിവാസനെ വെച്ച് പ്രൊമോട്ട് ചെയ്തുണ്ടാക്കിയൊരു മൂവി. ആ മൂവിയുടെ റിവ്യൂ പറഞ്ഞതിനാണ് ഇവിടെ അശ്വന്ത് കോക്കിനെതിരെ കേസായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പോയിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ ന്യൂസ് കേൾക്കാം. ഇതിൽ കുറച്ച് കോമഡികളുണ്ട്. ആൻഡ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ പല സിറ്റുവേഷൻസിലും പല സിനിമേൻ്റെ റിവ്യൂ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ അലിഗേഷൻസ് വരുമല്ലോ. റിവ്യൂ പറഞ്ഞ് സിനിമ തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം. ആദ്യം നമുക്ക് കേസ് ഒന്ന് എന്താണെന്നുള്ളത് അറിയാം. അശ്വന്ത് കോക്കിനെതിരെ ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അത് പരാതിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോഴാണ് സീക്രട്ട് ഓഫ് കലിംഗ എന്ന ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ അശ്വന്ത് കോക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ നീങ്ങിയുന്ന ഒരു സാഹചര്യം. ആ വീഡിയോ യൂട്യൂബിൽ ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായിട്ട് സീക്രട്ട് ഓഫ് കലിംഗ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം. അത് സിനിമയുടെ കഥ പൂർണ്ണമായും വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ വീഡിയോ എന്ന രീതിയിൽ ഒരു റിവ്യൂ വീഡിയോ എന്നാണ് തലക്കെട്ടെങ്കിലും സിനിമയുടെ കഥ മുഴുവൻ പുറത്തു പറയുക, സ്ത്രീ അധിക്ഷേപം നടത്തുക, ഇതൊക്കെയാണ് അശ്വന്ത് കോക്ക് ഈ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായിട്ട് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. തൃശൂർ വരദരപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി വന്നിരിക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ സംവിധായകനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് റിവ്യൂവിനേക്കാൾ ഉപരി ഇത് വളരെ മോശമായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇത് സിനിമയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തന്റെ സിനിമ കാണാതെ വരുന്ന ഒരു അവസ്ഥ ഒറ്റ വീഡിയോ കാരണം അശ്വന്ത് കോക്ക് സൃഷ്ടിക്കുന്ന ഒരു പരാതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പും പല സിനിമകളും, ഇപ്പൊ ഏറ്റവും ഒടുവിൽ മാധവ് സുരേഷ് നായകനായ അങ്കമട്ട ഉൾപ്പെടെ അശ്വന്ത് കോക്ക് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മുടെ അഭിമുഖത്തിലാണ് കൊടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സിനിമയുടെ നിർമ്മാതാക്കൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് പിന്നാലെ അശ്വന്ത് കോക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇതിന്റെ സംവിധായകൻ പലകുറി ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലായത്. പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും അശ്വന്തിനെ വിളിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി, പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് നാളെയൊക്കെ ആകുമ്പോഴേക്കും ഇത് കൂടുതൽ രീതിയിലേക്ക് മാറും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സിനിമാ നിർമ്മാതാക്കൾ ഉൾപ്പെടെ റിവ്യൂ ബോംബിങ്ങിനെതിരെ ശക്തമായി നടപടി എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സിനിമയുടെ നിർമ്മാതാവ് തന്നെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നിർമ്മാതാക്കളുടെ സംഘടന ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി പറയേണ്ട സാഹചര്യം നിൽക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഏകദേശം വൈകുന്നേരമാണ് നിർമ്മാതാക്കൾ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തുന്നത്. സ്വാഭാവികമായിട്ടും സിനിമാ നിർമ്മാതാക്കളുടെ യോഗത്തിലേക്ക് ഇത് ചർച്ചയാകും. നിർമ്മാതാക്കളുടെ സംഘടനയും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതും വരും മണിക്കൂറിൽ കാണേണ്ടത്. എന്തായാലും ഒരു റിവ്യൂവറിനെതിരെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും അത് റിവ്യൂ അല്ല, അതൊരു വ്യക്തി അധിക്ഷേപ രീതിയിലേക്ക് തന്നെ വീഡിയോ മാറുന്നു. പലകുറി ഇതിനു മുമ്പും ആവർത്തിച്ചൊരു സാഹചര്യം ഇത്തവണ വീണ്ടും ഒരു സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂവിനേക്കാൾ ഉപരി അധിക്ഷേപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സംവിധായകൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലും അശ്വന്ത് കോക്കിനെതിരെയാണ് സംസാരിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കേസിനുള്ള സിറ്റുവേഷൻ. സിനിമയുടെ മൊത്തം കഥ പറഞ്ഞു, സിനിമയിൽ അഭിനയിച്ച സ്ത്രീ കഥാപാത്രങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു, അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് വ്യക്തി അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്താ വെച്ചെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടർ, ഈ ചങ്ങായി എല്ലാ റിവ്യൂവേഴ്സിനും, എൻ്റെ അറിവിൽ ഓൾമോസ്റ്റ് എല്ലാവരെയും പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ ഒരു സിനിമ വരുന്നുണ്ടേ, ഇപ്പം ഇന്നടക്കം ഇയാൾ കോണ്ടാക്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ആദ്യം ട്രെയിലർ കാണാൻ പറഞ്ഞു. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ട്രെയിലർ കാണാൻ പറഞ്ഞിട്ടുള്ളൊരു വിളി സംസാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പടം കാണാൻ നേരത്ത് വീണ്ടും ഈ ചങ്ങാതി എന്ത് ചെയ്തിട്ടുണ്ട്, പടം കാണണം, ഡയറക്ടറാണ്, ഹൈപ്പില്ല പടത്തിന്, അതുകൊണ്ട് പടം കണ്ടിട്ട് റിവ്യൂ ഇടണേ എന്നുള്ള ഒരു സാധനം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് മാത്രമൊന്നുമല്ല, ഇതേ സാധനം ഇവിടുത്തെ എല്ലാ റിവ്യൂവേഴ്സിനും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള എല്ലാ മൂവി റിവ്യൂവേഴ്സിനും ഈ ചങ്ങായി മെസ്സേജ് അയച്ചതായിട്ടാണ് എൻ്റെ അറിവ്. അതിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും കേട്ടോ. ഇതിൽ ഈ ഡയറക്ടർ അശ്വന്ത് കോക്ക് വിളിച്ചിട്ട് അശ്വന്ത് കോക്കിനെ ഫോൺ വിളിച്ചു, അശ്വന്ത് കോക്ക് ഫോൺ എടുത്തില്ല. ഡയറക്ടർ അശ്വന്ത് കോക്കിനെ ഫോൺ വിളിച്ചു, അശ്വന്ത് കോക്ക് ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. ഈ ചെങ്ങായി അശ്വന്ത് കോക്കിനെ വിളിച്ചതിൻ്റെ എണ്ണം ഞാനിവിടെ വയ്ക്കുക, നമ്പർ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്ക്. ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞൊരു മനുഷ്യനെ
വിളിച്ചുകൊണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? അതും ഇയാൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞ സിനിമയാണത്. ഇതിൻ്റെ ഡയറക്ടർ അശ്വന്ത് ഗോക്കിനോട് ഈ സിനിമ നിങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് പേഴ്സണലി ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞതിൻ്റെ റെക്കോർഡ് ഞാനിവിടെ വയ്ക്കാം. അത് കേട്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹലോ 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 പറഞ്ഞു. ബ്രോ, എൻ്റെ പേര് സനീഷ് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ 18-ാം തീയതി ഇറങ്ങുന്ന സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ മൂവി ഡയറക്ടറാണ്. ധ്യാൻ ചേട്ടൻ ഉത്സാഹമുള്ളത്. ഏത് കലിംഗ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണേ ബ്രോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ശരി ശരി, അതെന്തായാലും കാണാം. ധ്യാന്റെ പടം ഞാൻ എന്തായാലും കാണും. കാരണം നന്നായി വന്നിട്ടുണ്ട് പരിപാടി. റീച്ച് തീരെയില്ല പടത്തിന്. പക്ഷെ ശരി ബ്രോ, കണ്ടു നോക്കാം. താങ്ക് യു ബ്രോ. ശരി ശരി. എൻ്റെ പൊന്ന് ഡയറക്ടറെ, താൻ ഇനി പറ. താൻ വിളിച്ചൊരു റിവ്യൂവറിനോട്, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ റിവ്യൂവേഴ്സിനോടും താൻ ഓൾമോസ്റ്റ് എല്ലാവരോടും താൻ കോൺടാക്ട് ചെയ്തിട്ട് പടം കാണണം, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞതാണ് താൻ. അശ്വന്ത് ഗോക്കിനോട് താൻ സംസാരിക്കുന്നതിൻ്റെ കോൾ റെക്കോർഡാണിത്. ഈ റെക്കോർഡ് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് താൻ സംസാരിച്ചതിൻ്റെ, ഇപ്പോൾ പറഞ്ഞല്ലോ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അത് വിളിച്ച് ഫോൺ എടുത്തപ്പോൾ താൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡും ഉണ്ട്. ഇവിടെ തനിക്കൊക്കെ ഒരു പടം എടുത്തിട്ട് അതിനകത്ത് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു പടം കിട്ടാൻ വേണ്ടിയിട്ടോ താനൊക്കെ കളിക്കുന്നത് ഞങ്ങളുടെ നെഞ്ഞത്ത് പൊങ്കാലിട്ടിട്ടാ. മനസ്സിലായില്ലേ? ഓടി രക്ഷപ്പെടുകയാണ്. സ്വന്തമായിട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ഫെയിലിയർ എങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ സക്സസ്ഫുൾ ആവാമെന്ന് ചിന്തിക്കുന്നില്ല. അത് റിവ്യൂവേഴ്സ് പറഞ്ഞതുകൊണ്ട് എസ്പെഷ്യലി അശ്വന്ത് ഗോക്ക് ഒരു ചാഞ്ഞ മരം അവിടെ കിടക്കുന്നുണ്ട്, നേരെ ഓടിക്കയറാന്ന്. വ്യക്തി അധിക്ഷേപമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് അത് തെളിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ രീതിക്കുള്ള കാര്യങ്ങളോട് ഞാൻ എതിർപ്പ് പറയുന്ന ഒരാളാണ്. ഈവൻ അശ്വന്ത് ഗോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനത് പറയാറുണ്ട്. വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത്, ഒരു പേഴ്സണെ ടാർഗറ്റ് ചെയ്ത് അയാളെ വ്യക്തിഹത്യ നടത്തി എന്നുള്ളത് നിങ്ങൾക്ക് കോടതിയിൽ വേണമെങ്കിൽ നിങ്ങൾ കേസായിട്ട് പോയി ചെയ്തോ. അല്ലാതെ നിങ്ങൾ ഈ വന്നിരുന്ന് ഒരു സിനിമ എടുത്തിട്ട് അതിന് ക്വാളിറ്റി ഇല്ല, കണ്ടന്റ് വൈസും ക്വാളിറ്റി ഇല്ല, മേക്കിംഗ് വൈസും ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ജനങ്ങളും പറയുന്നുണ്ട്, റിവ്യൂവേഴ്സും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മെജോറിറ്റിക്ക് ഒന്നും ആക്സെപ്റ്റ് ആയില്ല സിനിമ. അങ്ങനെ മെജോറിറ്റിക്ക് ആക്സെപ്റ്റ് ആയില്ലേ, അത് ഫെയിലിയറാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റിവ്യൂവർ എന്ന് പറഞ്ഞൊരു ചാഞ്ഞ മരം, എസ്പെഷ്യലി അശ്വന്ത് ഗോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ആദ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് റിവ്യൂവേഴ്സിനെ വിളിച്ചിട്ട് ഹൈപ്പില്ല, സിനിമ ഒന്ന് കാണണം, നല്ലതാണ് തോന്നുന്നു, അത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പോസിറ്റീവോ നെഗറ്റീവോ പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ കേസ് കൊടുത്ത സിനിമേൻ്റെ ഡയറക്ടറുടെ ശബ്ദം നിങ്ങൾ കേട്ടെ, എന്നിട്ട് പോയി കേസ് കൊടുക്കുക. ഇത് സിനിമ ഇറങ്ങുന്നതിൻ്റെ മുന്നേ വിളിച്ചിട്ട് പറയുക നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞോ, പോസിറ്റീവോ നെഗറ്റീവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടിട്ട് പറഞ്ഞോ എന്ന് പറയും. സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കേസ്. കൊള്ളാലോ കളി, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഈ ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂപ്പര് ഭയങ്കര സങ്കടത്തിലാന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. കാരണം സിനിമ അത്ര വർക്കായില്ലല്ലോ ആയിരിക്കും. അപ്പോൾ മൂപ്പരെ ഭാഗത്തുനിന്ന് ഇതൊരു വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്ത്. ആ വീഡിയോ ഒന്ന് കാണാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആകെപ്പാടെ ഡൗൺ ആയിരിക്കായിരുന്നു ഞാൻ. പടം ഇറങ്ങിയതിന് ശേഷം അന്ന് രാത്രി വന്ന അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിൽ കംപ്ലീറ്റ്ലി ഇന്ന് ഉച്ചയോടുകൂടി കുറച്ച് തിയേറ്റർ വിസിറ്റൊക്കെ പോയപ്പോഴാണ് മൊത്തത്തിലൊന്ന് ഹാപ്പി ആയ, മൊത്തത്തിലൊന്ന് മനസ്സമാധാനത്തോടെ ആയത്. അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ ഒരു കാര്യം പറയാൻ ലൈവ് വന്നത്, പക്ഷേ ലൈവിൽ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കരയുന്നൊരു സാഹചര്യം വന്നു. പടം ഇറങ്ങി അത്യാവശ്യം ബെറ്റർ റെസ്പോൺസിൽ ഈവനിങ് വരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ട എല്ലാവരുടെ ഭാഗത്തും ഇതൊരു കുഴപ്പമില്ലാത്ത പടമാണ്, അത്യാവശ്യം നല്ല പടമാണെന്നുള്ള രീതിയിൽ വന്ന്, ഞാൻ ഒരിക്കലും അതിഗംഭീരം എന്നല്ല പറയുന്നത്, കണ്ട എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട് എൻ്റർടൈനിങ് ആണ്, അത്യാവശ്യം നല്ലൊരു പടമാണെന്നുള്ളൊരു റിവ്യൂവിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ രാത്രി 11-12:30 അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ ആയിരുന്നു. അതിനു മുമ്പ് ഒരു റിവ്യൂവറുടെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നെഗറ്റീവ് വന്നിരുന്നെങ്കിലും അതൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ. കാരണം ഓക്കെ, സിനിമ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. ഒരിക്കലും നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അത് ഒരു 100 പേര് സിനിമ കണ്ട ഒരു 70 പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ തന്നെ ആ സിനിമ ഹിറ്റാണ്. കാരണം ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾ ദൃശ്യം പോലുള്ള വലിയ സിനിമ എടുത്താൽ പോലും അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഒരിക്കലും ഇപ്പോൾ റിവ്യൂവറുടെ ഒപ്പീനിയനെതിരോ നെഗറ്റീവ് പോസിറ്റീവിനെതിരോ നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിനു മുമ്പ് നെഗറ്റീവ് റിവ്യൂസ് പോലും എനിക്ക് ഓക്കെ ആയിരുന്നു. ആളുടെ ഒപ്പീനിയൻ പറഞ്ഞു ദാറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എഫക്ട് ചെയ്തത്. കാരണം അതിലാള് ഒരു റിവ്യൂ അഥവാ ഒപ്പീനിയൻ അപ്പുറം ഭയങ്കരമായി പേഴ്സണലി ഹരാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അത്രയും ഈ സിനിമയുടെ തുടക്കം നമ്മളൊരു വാക്ക് ചെയ്തിരുന്നു, നന്ദി കൂടെ നിന്നവർക്കും കൂടെ നിന്ന് പണി തന്നവർക്കൊന്ന്.
നമ്മളിത് പറഞ്ഞത് ആക്ച്വലി ഈ സിനിമയുടെ ഒപ്പം ഉണ്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുടക്കാൻ ശ്രമിച്ച, ഈ സിനിമ ഒരിക്കലും തിയേറ്ററിൽ ഇറക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് കള്ളത്തരം കാണിച്ച കുറച്ച് ടെക്നീഷ്യൻസ്, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്ന ആൾക്കാർ. നമ്മൾ അവരെ ഉദ്ദേശിച്ചത് അവിടെ പോലും അശ്വന്ത് തോക്ക് പറഞ്ഞത് അവര് നന്നായി അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു, അവർ ശരിയാണെന്നുള്ള രീതിയിൽ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാർ ചെയ്ത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാലും, അതുപോലെ തന്നെ വ്യക്തിഹത്യയാണെങ്കിലും പിന്നെ സ്പോയിലേഴ്സ്, സിനിമയിലത്തെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും ആ ഇന്റർവ്യൂവിൽ ആ ഒരു റിവ്യൂയിലൂടെ ആൾ പറഞ്ഞു എത്ര കഷ്ടപ്പെട്ട ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കണം നമുക്കറിയുള്ളൂ. അത് ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു പ്രൊഡ്യൂസർ കൺവിൻസ് ചെയ്തൊരു പ്രൊജക്ട് ഓൺ ആക്കി ആ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് തന്നെ പോകും. അത്രയും വർക്ക് ചെയ്തൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കും. ജസ്റ്റ് ഒരു വൺ റിവ്യൂല അതിന്റെ കഥ മൊത്തം അങ്ങ് പുച്ഛത്തോടെ കളിയാക്കി പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ചെറുതല്ല. ബ്രദർ, ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്കുള്ള പണിയല്ല സിനിമ എടുക്കൽ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഇതൊരു തൊട്ടാ പൊള്ളുന്ന ഗെയിമാണ്. ഫൈൻ, ഇതിനകത്ത് നല്ല പെർഫെക്ഷൻ വേണം. ആ പെർഫെക്ഷൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള എഫേർട്സ് വേണം. ഇനി ഇതൊക്കെ നിങ്ങൾ ഇട്ടു എന്ന് വിചാരിച്ചു, ബട്ട് സ്റ്റിൽ അത് ഈ ഒരു കാലഘട്ടത്തിലെ സിനിമകളും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ വ്യൂവേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവരെ സന്തുഷ്ടരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായി മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട എഫേർട്ടിനൊക്കെ ഇവിടെ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും ബ്രോ. അങ്ങനെ ക്രിറ്റിസിസം കിട്ടുമ്പോഴത്തേക്ക് തളർന്നിരുന്ന് പോകുന്ന ഒരാളായിട്ട് നിങ്ങൾ, അങ്ങനത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിഹത്യയുടെ കാര്യം, അത് ആ ഒരു ടേംസിൽ കാര്യങ്ങൾ വരുമ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ടു കോടതിയിൽ പോവാം, നിങ്ങൾക്ക് നിയമപരമായിട്ട് കാര്യങ്ങൾ നോക്കാം, നിയമം തെളിയിക്കട്ടെ വ്യക്തിഹത്യ എന്ന് പറഞ്ഞ സാധനം അത് ഏത് രീതിയിൽ ഏത് സ്കെയിലിലാണ് അത് എടുക്കുന്നത് എന്നുള്ളത്. അത് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ അവർ വെച്ച് കണ്ട് കോടതിയിൽ അത് പ്ലേ ചെയ്ത് അത് ആ വഴിക്ക് പോട്ടെ, അതിന് ഞാൻ കോൾ ചെയ്യുന്നില്ല. സിനിമയുടെ കഥ ഫുള്ള് പറഞ്ഞു മറ്റേത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൂവി റിവ്യൂ പറയുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും ഞാൻ മൂവി ഒപ്പീനിയൻ പറയുന്ന സമയത്ത് പലരും പറയും, ഒന്നിലേ പറയും നീ കഥയുടെ ഒരു ഭാഗം പറയുന്നില്ല, നീ നിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നീ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ആ കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ കഥ ഫുള്ള് ഇരുന്ന് പറയണോടാന്ന് ചോദിക്കും. നമുക്കിതൊരു മീറ്ററിലിരുന്നേ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അശ്വന്ത് കോക്കാണെങ്കിലും ആരാണെങ്കിലും മലയാളത്തിൽ ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും കഥ ഫുൾ എക്സ്പോസ്ഡ് ആക്കി പറയാറില്ല, വാണ്ടഡ്ലി അങ്ങനെ പറയാറില്ല ആരും. ഓക്കെ, അങ്ങനെ പറയാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലോയിലാണ് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും 1-2 പോർഷൻസ് ചിലപ്പോൾ വന്നാൽ ഏതെങ്കിലും സിനിമയ്ക്ക് വന്നാലായി അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാവരും ശ്രദ്ധിക്കാറ് കഥ അങ്ങോട്ട് ഫുള്ള് പറയാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായല്ലോ എല്ലാവരും പരിപാടി തുടങ്ങിയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും അങ്ങനെ വാണ്ടഡ്ലി ഒരു സിനിമയെ തകർക്കാൻ കഥ പറഞ്ഞ് റിവ്യൂ ഇട്ടതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല ഇവിടെ. ഫൈൻ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ വ്യക്തിഹത്യ എന്ന് പറഞ്ഞൊരു സാധനം മേ ബി നിങ്ങൾക്ക് കോടതിയിൽ പോയി പ്രൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റ്സിൽ കാര്യങ്ങൾ നോക്കിയിട്ടോ നിങ്ങൾക്ക് പോവാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ സിനിമയിൽ വന്ന് എല്ലാവരും പറയുന്ന ഡയലോഗാണ് എഫേർട്ട്. എടീ എല്ലാത്തിനും എഫേർട്ട് ഉണ്ട്, എല്ലാ പണിക്കും എഫേർട്ട്. ഇപ്പോൾ അശ്വന്ത് കോക്ക് അയാളുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയ കാശ് കൊണ്ട് അയാൾ സിനിമ കാണുന്നു. ആ കണ്ട സിനിമ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കത് ഏത് ആംഗിളിലും അയാൾക്കത് ക്രിട്ടിസൈസ് ചെയ്യാം, ഇല്ലേ? ആ ഏത് ആംഗിളിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ നിയമപരമായിട്ട് പ്രശ്നം പറ്റുന്നതാണ് ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ഈ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിഹത്യ എന്നുള്ള രീതിക്ക് ഒരു സാധനം പറയുന്നതോ. അത് നിങ്ങൾക്കും എന്ത് ചെയ്യാം, കേസായിട്ട് പോവാം. അല്ലാത്ത പക്ഷം ഒരാൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അശ്വന്ത് കോക്കിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തുകൂടായിരുന്നു, അയ്യോ എൻ്റെ സിനിമ റിവ്യൂ ചെയ്യല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ആളൊന്നുമില്ല അശ്വന്ത് കോക്ക്. ഇപ്പം എന്നോടൊക്കെ പേഴ്സണലി വന്ന് പലരും ഇപ്പം എന്നോട് പറയുന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്കിനോട് 100 ആൾ പറയുന്നുണ്ടാവും ഏത് സിനിമ ആദ്യ ദിവസം റിവ്യൂ ചെയ്യല്ലേ എന്ന്. ചിലരുത് അവർ ഒരു ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറില്ല. എനിക്കറിയാം പേഴ്സണലി ചെയ്യാറില്ല. റീസെൻ്റ്ലി 1-2 സിനിമകൾ ഞാനൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി തന്നെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഇങ്ങനെ നെഗറ്റീവായി, എൻ്റെ സിനിമ കാണരുത് പ്ലീസ്, കണ്ടാലോ റിവ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് പോയിട്ടുണ്ട്. ഞാൻ കാണാനേ പോയിട്ടില്ല എന്നിട്ട് പടം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെന്താ അറിയോ, പടം കാണണം, കണ്ടു കഴിഞ്ഞ് അശ്വന്ത് കോക്ക് റിവ്യൂ പറയണം, റിവ്യൂ പറഞ്ഞ് അതാണ് സക്സസ്ഫുൾ ആവണം, എന്നിട്ട് എനിക്ക് അടുത്ത സിനിമ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമായിട്ടൊന്നും പടം എടുക്കാൻ വന്നിട്ട് കാര്യമില്ല ബ്രദർ. ഈ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ പടം സക്സസ്ഫുൾ ആവില്ല, ചിലപ്പോൾ റെഡിയും ചിലപ്പോൾ റെഡി ആവില്ല, അങ്ങനെ തന്നെയുള്ളൂ. അത് റെഡി ആയില്ല എന്നാണെങ്കിൽ അടുത്ത പടം എടുക്കുക. അല്ലാതെ അതിൻ്റെ മുകളിൽ ഡിപ്രഷൻ അടിച്ചോ ഡെസ്പായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓബിയസ്ലി നിങ്ങൾക്ക് സങ്കടം കാണും. ആ സങ്കടം നമുക്ക് മാറ്റി വെച്ച് അടുത്ത പടം എങ്ങനെയെന്നുള്ളത് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കും. പിന്നെ സിനിമയാണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ വന്നവനും പോയവനും ഒക്കെ ഈ പറഞ്ഞ പ്രൊഡ്യൂസർമാരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വാളിറ്റി എന്താവും, സിനിമയുടെ കണ്ടന്റ് ക്വാളിറ്റി എന്തായിരിക്കും?
എഫേർട്സ് എടുക്കേണ്ടി വരും. ആ എഫേർട്സിൻ്റെ മുകളിൽ കുറേ ലൈഫിൻ്റെ കുറേ പ്രഷ്യസ് ആയിട്ടുള്ള ഇയേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാർ കയറി വന്നിട്ടുള്ളേ അല്ലേ? ഈ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്നുകൂടി പറയുന്നുണ്ട്. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അന്ന് രാത്രി അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, കയ്യിൽ നിന്ന് പോയി ആത്മഹത്യയുടെ എന്നതിലേക്ക് വരെ എന്നെ കൊണ്ട് എത്തിച്ചു അന്ന് രാത്രി. അത് കാരണം അത്രയും ആള് പറഞ്ഞ വേർഡ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാക്കിയത്. മേ ബി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മേ ബി വലിയ കുറെ തവണ കേട്ടവർക്കൊക്കെ അത് യൂസ്ഡ് ടു ആവും. എനിക്കത് ഒട്ടും യൂസ്ഡ് ടു അല്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അടുത്തൊരു പ്രൊജക്ട് പോലും ഓണായി നിൽക്കുമായിരുന്നു. ആ പ്രൊജക്ട് പോലും ഹോൾഡ് ആകുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ റിവ്യൂ കണ്ടിട്ട് ആ പ്രൊഡ്യൂസർ പറഞ്ഞത് വരട്ടെ എന്നു ഹോൾഡ് ആക്കുക ചെയ്ത്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉൾപ്പെടെ ഈ വർഷം തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു നിൽക്കായിരുന്നു. ആ പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഈ സിനിമ മുടക്കുമുതൽ വരുന്നില്ല. പോസ്റ്റ് അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ സിനിമ പിക്കപ്പ് ആവാതിരുന്നു. അതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ആൾക്കാർ സീക്രട്ട് ഓഫ് കലിംഗ റിവ്യൂ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നേരെ വരുന്ന കൊക്കിന്റെ റിവ്യൂ ആണ്. ഈ റിവ്യൂ കാണുന്ന വഴിക്ക് തന്നെ ഓക്കെ അപരാധം പടന്ന് എഴുതിയിരിക്കുന്നത്, എന്നാൽ പിന്നെ കാണണ്ട എന്ന് വെച്ച് കുറെ പേര് കാണാതിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ സിനിമ പിക്കപ്പ് ആവുന്നില്ല. എന്നെ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും അത് നല്ല പടമാണല്ലോ എന്തിങ്ങനെ പറയുന്നതെന്ന് പറയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, അശ്വന്ത് കോക്ക് അല്ല മലയാള സിനിമ. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുന്നു, ഐ റെസ്പെക്ട് ഇറ്റ്. ആ ഒപ്പീനിയൻ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവാം. അടാ ഗുമ്മാലേ, അശ്വന്ത് കോക്ക് അല്ല മലയാള സിനിമ. പിന്നെ എന്തിനടാ അശ്വന്ത് കോക്കിനെയും ബാക്കി എന്നെപ്പോലുള്ള റിവ്യൂവേഴ്സിനെയും വിളിച്ചിട്ട് നീ ഒപ്പീനിയൻ പറയണേ? പോസിറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല. വ്യക്തിഹത്യ നീ മാറ്റി വെക്കുക. എടാ കുട്ടാ, നീ നെഗറ്റീവ് പറയാനാണ്, അതായത് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ എന്ന് നീയാണ് പറഞ്ഞത് അല്ലേ? ഇതിൻ്റെ ഡയറക്ടറാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ അപരാധപ്പടം എന്നുള്ളതിലൊരു വ്യക്തികളെയും ഹത്യ ചെയ്തിട്ടില്ലല്ലോ. ഒരു പടം കണ്ടിട്ട് അപരാധപ്പടം എന്ന് കോക്ക് പറഞ്ഞു. ഓക്കെ, അത് കണ്ടിട്ട് ആൾക്കാർ വന്നില്ല എന്നാണ് ഇപ്പം നീ പറയുന്നത്. നീ തന്നെ പറയുന്നു മലയാള സിനിമ എന്ന് പറയുന്നത് അശ്വന്ത് കോക്കല്ല. പിന്നെ എന്തിനടാ റിവ്യൂവേഴ്സിനെ വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പടം കാണണേ എന്ന് പറയാൻ നിൽക്കുന്നത്? പടം കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പറഞ്ഞു, നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. പിന്നെ എന്തിനാ പറഞ്ഞത്? പിന്നെ എന്തിനാ പറയുന്നത്? എന്തിന് വേണ്ടിയിട്ട്? എടാ ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്തിട്ട് ലാസ്റ്റ് കിടന്ന് മെഴുകുന്നത് കഷ്ടമാണ് കേട്ടോ. കണ്ടിട്ട് സഹിക്കുന്നില്ല സത്യം പറയാലോ. ഒരുമാതിരി വൻ മെഴുകലായിപ്പോയി ഈ ഐറ്റമൊക്കെ. പക്ഷേ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ റിയാലിറ്റി ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മളെ വിളിക്കാറുണ്ട് എന്നല്ല. ഒരു മാസം ഒരു 2-3 പടത്തിൻ്റെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും PR ടീമൊക്കെ നമ്മളെ വിളിച്ചിട്ട് പടം കാണണം എന്ന് പറയും. സെയിം ഡയലോഗ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയും. ചിലരൊന്നും പറയലില്ല. പോസിറ്റീവോ നെഗറ്റീവ് വോട്ട് കഴിഞ്ഞ് അവരവരെ വഴിക്കും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് 4-5 കട്ട് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് പ്രൊമോട്ട് ചെയ്ത് അവർ പോകും. നെഗറ്റീവ് ആണെങ്കിൽ അവരൊന്നും മിണ്ടാതെ അവർ പോകാറുണ്ട്. പക്ഷെ ചിലർ ഇതുപോലെ വന്നിരുന്ന് മെഴുകും. ഈ മെഴുകുന്നവർ പിന്നെ ഡയലോഗ് അടിക്കുന്നത് എന്താ പറയുക, പടം പൊട്ടി, അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ടു, അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ്, അവിടുത്തെ റിവ്യൂവേഴ്സ് പടം പൊട്ടിച്ചു. എടാ നിങ്ങൾ നമ്മളടുത്ത് വന്ന് കൂടുതൽ പറയണ്ട. ഈ ന്യൂസ് 18 കേരളത്തിൽ ഇത് വീണ്ടും എഗെയിൻ ഒരു ന്യൂസായിട്ട് വന്നപ്പോൾ ന്യൂസ് 18 കേരളത്തിൽ ഒരു റിവ്യൂവർ ഉണ്ട്. ഓക്കെ, ഈ ചങ്ങായി റിവ്യൂ ചെയ്തത് ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഇത് ഈ ഒരു ന്യൂസ് ഒരു സാധനം ഉണ്ടല്ലോ അശ്വന്ത് കോക്കിനെതിരെ കേസ് എന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് മറ്റേ പടത്തിന് നമ്മളെ ഇവൻ്റെ മാധവ് സുരേഷിൻ്റെ പടത്തിന് സീനായ സമയത്ത് ഈ ചങ്ങായി തന്നെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ സാധനങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. ഇയാളിപ്പോൾ ഈ സിനിമ എഗെയിൻ വിഷയമായി അശ്വന്ത് കോക്കിനൊക്കെ എതിരെ കേസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ ഇതിൻ്റെ വീഡിയോ അതായത് ന്യൂസ് ചെയ്യുകയാണ്. ആ ന്യൂസ് കേട്ടിട്ട് ഞാൻ ആകെ അതിൻ്റെ ഞെട്ടിപ്പോയി. സിനിമയുടെ റിവ്യൂ എന്നതിനേക്കാൾ ഉപരി അതിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നടത്തുക, സിനിമയുടെ കഥ പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുവരിക, അത് പുച്ഛിച്ചു പറയുക, ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെയും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അശ്വന്ത് കോക്കിനെതിരെ പരാതി പറയുന്നത്. നിങ്ങൾ വിചാരിക്കും അശ്വന്ത് കോക്കിനെതിരെ പരാതി പറയൽ മാത്രമാണ് ഇപ്പോൾ സിനിമാ സംഘടനയുടെ രീതി എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പല സിനിമ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ അംഗമട്ടഹാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ നിർമ്മാതാവും പറഞ്ഞിരുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഇപ്പോൾ സീക്രട്ട് ഓഫ് കലിംഗയുടെ നിർമ്മാതാക്കൾ കൂടി പറയുകയാണ്. നമുക്ക് പരാതി തന്നെ ഒന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മുൻപാകെ ബഷീർ KA നടത്തുന്ന പരാതി, അതായത് ഈ ചിത്രത്തിലെ നിർമ്മാതാവ്.
സർ, ഞാനൊരു NRI ബിസിനസ്സുകാരാണ്. വരന്തരപ്പള്ളി ആസ്ഥാനമായി ഞാനൊരു സിനിമാ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐറ ഫിലിംസ് എന്ന പാനലിലുള്ള എൻ്റെ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൽ 18/6/2026 തീയതി കേരളത്തിലെ 130 സിനിമാ തിയേറ്ററുകളിലായി റിലീസ് ചെയ്ത സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമയുടെ റിലീസ് ദിവസം 12 രാത്രിയിൽ തന്നെ മലയാള സിനിമയിലെ റിവ്യൂവർമാരിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അശ്വന്ത് കോക്ക് എന്ന വ്യക്തി നടത്തിയ റിവ്യൂ വീഡിയോയിൽ എൻ്റെ സിനിമയിൽ അഭിനയിച്ച ഭൂരിഭാഗം അഭിനേതാക്കളെയും ടെക്നീഷ്യന്മാരെയും അപമാനിക്കുന്ന തരത്തിൽ പറയുകയും സിനിമയിൽ അഭിനയിച്ച നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും സിനിമയുടെ കഥ പൂർണ്ണമായും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയും അതിലൂടെ എനിക്ക് മുടക്ക് മുതൽ നഷ്ടപ്പെടുകയും സിനിമയ്ക്ക് കിട്ടേണ്ടതായ കോടിക്കണക്കിന് രൂപയുടെ ലാഭം നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സിനിമാ തിയേറ്ററിൽ പോയി കണ്ട ഭൂരിഭാഗം പേരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ഈ സിനിമയുടെ തിയേറ്ററുകളിൽ നിന്നുള്ള വരുമാനവും സിനിമയുടെ മറ്റ് കച്ചവട സാധ്യതകളായ OTT റൈറ്റ്, സാറ്റലൈറ്റ് റൈറ്റ്, ഓവർസീസ്, അതർ ലാംഗ്വേജ് റൈറ്റ്, ഡബ്ബിംഗ് റൈറ്റ്സ്, ഡിജിറ്റൽ റൈറ്റ് തുടങ്ങി കോടികൾ പ്രതിഫലം ലഭിച്ചേക്കാവുന്ന സാധ്യതകൾ മുഴുവൻ അശ്വന്ത് കോക്ക് എന്ന ഈ വ്യക്തിയുടെ റിവ്യൂ വീഡിയോ പരാമർശത്തിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ എനിക്ക് സമൂഹത്തിൽ അവമതിപ്പും മാനനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ എനിക്ക് പരാതിയുണ്ട്. സമക്ഷത്തു നിന്നും ദയ ഉണ്ടായി ഇദ്ദേഹത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരവും IT ആക്ടിലെ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഇദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നീക്കം ചെയ്തതിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നുവെന്ന് ബഷീർ കെ. ഒന്നും നടക്കാൻ പോകുന്നില്ല ബഷീർ KM, ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യം പറയാലോ. ഇതാണ് FIRൽ എഴുതി കൊടുത്തതെന്നുണ്ടെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. അല്ല മോനെ, ഓക്കെ, എല്ലാ പ്രൊഡ്യൂസേഴ്സും ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ് പടത്തിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, നിങ്ങളും ഈ സിനിമേൻ്റെ തുടക്കത്തിൽ ഒരു വലിയ ലാഭം പ്രതീക്ഷിച്ചു. ഈ പ്രതീക്ഷ എന്താ? നാട്ടുകാർക്ക് സിനിമ ഇഷ്ടമാവണ്ടേ? അത് ആ രീതിയിൽ എടുത്തു വെക്കണ്ടേ? എന്നാലല്ലേ ഈ കോടിക്കണക്കിന് കിട്ടൂ. ഇപ്പം റീസെൻ്റ്ലി ബാലൻ എന്ന് പറഞ്ഞ മൂവി, അതിൻ്റെ ഒക്കെ ബഡ്ജറ്റ് വളരെ കുറവായിരിക്കും മക്കളെ. പക്ഷെ എന്താ അതിൻ്റെ കോണ്ടൻറ്റ്, എന്താ അതിൻ്റെ മേക്കിങ്? ഇവിടെ എന്താ പറയുക, ഇവിടെ ക്വാളിറ്റി വേണം. ക്വാളിറ്റി മാറ്റേഴ്സ്, മനസ്സിലായോ? അല്ലാതെ അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ട് ഇട്ടു, അതിൻ്റെ പിന്നിൽ കുറേ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്വാളിറ്റി ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ കിട്ടും. ഇന്നിപ്പോൾ അർജൻറ്റീന മാച്ച് ഉണ്ടായിരുന്നു. അർജൻറ്റീനയുടെ മാച്ചിൽ ഫസ്റ്റ് പെനാൽറ്റി കിട്ടിയതേ മെസ്സി പുറത്തടിച്ച്. മെസ്സി ഫാൻ ആയവർ വരെ മെസ്സിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് കണ്ടത് ഞാൻ. ഓക്കെ, പിന്നെ രണ്ടാമത് അടുത്ത ചാൻസ് കിട്ടിയപ്പോൾ അടിച്ച് കയറ്റി. അങ്ങനെ ചാൻസസ് വിൽ കം. അടുത്തൊരു മൂവി എടുക്കുക, ബെറ്റർ ആക്കുക, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ എഫേർട്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ നിന്ന് പോയി ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അടുത്തത് നന്നാക്കാൻ നോക്ക്. ഇതല്ല. ഇതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോൾ പല സൈഡിൽ നിന്നും ഫണ്ട് മേടിച്ചിട്ടുണ്ടാവും, പലരെയും കൺവിൻസ് ചെയ്യേണ്ടവരും. അപ്പോൾ എന്താ, അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ട് പടം പൊട്ടിച്ചു. അങ്ങനെ അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ട് പടം പൊട്ടിച്ചാണെങ്കിൽ അശ്വന്ത് കോക്കിനോട് റിവ്യൂ ഇടാൻ പറഞ്ഞത് നിങ്ങളെ ഡയറക്ടറാണ് മനുഷ്യ. ഈ കേസിൽ ആദ്യം അങ്ങനെയാണെങ്കിൽ ഡയറക്ടറിൻ്റെ പേര് കൊടുക്കണ്ടേ? എൻ്റെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു അശ്വന്ത് കോക്ക് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞു. എൻ്റെ ഡയറക്ടർ അശ്വന്ത് കോക്കിനോട് ഇതിന് പോസിറ്റീവോ നെഗറ്റീവോ പറയാൻ എന്താ നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞു എന്ന് പറഞ്ഞു. അശ്വന്ത് കോക്കിന് കണ്ട് പടം ഇഷ്ടപ്പെട്ടില്ല, അയാൾ നെഗറ്റീവ് പറഞ്ഞു, കാരണം എൻ്റെ ഡയറക്ടറാണ്. അങ്ങനെ കേസ് കൊടുക്ക്. അങ്ങനെ കേസ് കൊടുത്താൽ പിന്നെയും കാര്യമുണ്ടെന്ന് വിചാരിക്കും ഇതിനകത്ത്. ഇതെന്ത് കാര്യം? അശ്വന്ത് കോക്ക് നാളെ അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി കാണിക്കുക, ഡയറക്ടർ തന്നെ എന്നെ വിളിച്ചിട്ട് സിനിമ കണ്ടിട്ട് പോസിറ്റീവോ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നെഗറ്റീവ് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ഏറിപ്പോയി ഈ വ്യക്തിഹത്യയുടെ സാധനങ്ങൾ നോക്കും. വുമൻ കാർഡ് എല്ലായിടത്തും ഇറക്കിയിട്ടെങ്കിൽ എത്ര കാലം പിടിച്ച് വെക്കാൻ പറ്റും? അത് സീരിയസ് ആയിട്ട് ഈ വുമൻ കാർഡ് എത്ര ഇറക്കും? പടത്തിൻ്റെ തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്, ചിലർക്ക് നന്ദി ചിലർക്ക് നന്ദിയില്ല, ചിലർ ഈ പടം പൊളിക്കാൻ നോക്കി. അശ്വന്ത് കോക്ക് അതേപോലെ എടുത്തു വെച്ച് പറഞ്ഞു. അയാളും ഹാർഡ് ആൻഡ് മണീൻ്റെ മുകളിൽ പോയിട്ടാണ് സിനിമ കാണുന്നത്. അയാളെ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ ആ പടം ഈ രീതിക്കാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറയും? ഓ, ഇതിനും നല്ല ഇത് ഇറങ്ങാതിരിക്കായിരുന്നു എന്നുള്ളത് പറയും. ദാറ്റ്സ് ആൻ ഓബ്വിയസ് തിങ്. ഈ ഒരു FIRലാണെന്നുണ്ടെങ്കിൽ കോമഡിയാ മക്കളെ. ഇനി കഴിഞ്ഞിട്ടില്ല. ഈ ന്യൂസ് വായിക്കുന്ന, ഈ റിവ്യൂ പറയുന്ന ന്യൂസ് ഐറ്റിൽ ഇങ്ങനെ പറയുന്നത് കേൾക്ക്. ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഇതൊരു ലോക ഗംഭീരമായ സിനിമയൊന്നുമില്ല. ഇത് എനിക്ക് വളരെ ബിലോ ആവറേജും വളരെ ലോ ക്വാളിറ്റി സിനിമയായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി സ്പീക്കിംഗ് വളരെ മോശം സിനിമയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മേക്കിംഗ് വളരെ പുവറാണ്. ഇതിന് അതിൻ്റേതായ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ സ്റ്റാൻഡേർഡ്സോ ഒക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും പ്രേക്ഷകരായ രീതിയിൽ നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയുള്ളൂ കാര്യം, മനസ്സിലായില്ല? ഇത്രയുള്ളൂ കാര്യം. ഈ ചങ്ങായി ശരിക്കും പെട്ടതാ. ഈ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ഇതുകൊണ്ട് ഒരു സൈഡിൽ റിവ്യൂവും പറയണം, സിനിമേൻ്റെ കാര്യങ്ങളും നോക്കണം.
ഇതെങ്ങാനും ഇയാൾ വന്നിരുന്നിട്ട് ഈ പടം അങ്ങനെ ഇങ്ങനെ നല്ലതാന്ന് പറഞ്ഞു വെച്ചാൽ ഏറെപ്പോവും. അതുകൊണ്ട് ഇയാൾക്ക് ഇത് പറയാതിരിക്കാനും പറ്റില്ല. ലാസ്റ്റ് ഇനി ഇതിൻ്റെ പ്രൊഡ്യൂസർ ഈ ചാനലിനെതിരെ ഇയാൾക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുക്കുമോ, ഈ ന്യൂസ് റീഡർക്കെതിരെയും? ഇയാളും ഇപ്പം എന്താ പറഞ്ഞു, ഇതന്നെയല്ലേ അശ്വന്ത് ഗോക്കും പറഞ്ഞേ. അശ്വന്ത് ഗോക്ക് റിവ്യൂവിനകത്ത് ഇതന്നെ പറഞ്ഞേ, മേക്കിംഗ് ക്വാളിറ്റി ഇല്ല, കണ്ടന്റ് ക്വാളിറ്റി ഇല്ല, ഒരു രീതിയിലും ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ച് പോർഷൻസ് എവിടെയുണ്ട് അത് കുറച്ച് നല്ലതാണ്. ബാക്കി എല്ലാവരും ഒരുപോലെ പറയുന്നത് പടത്തിന് ക്വാളിറ്റി ഇല്ല, കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാതാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ നാളെ നിങ്ങളുടെ ഈ ന്യൂസ് കൊടുത്ത ഈ ചാനലിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കാൻ റെഡിയാണോ ഇതിൻ്റെ പ്രൊഡ്യൂസർ? ഇതിപ്പോൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞ റിവ്യൂവിനേക്കാൾ കയറും. പിന്നെ നിങ്ങൾ ആ എഴുതി കൊടുത്ത കംപ്ലൈൻറ്റിൽ തെറ്റുണ്ട്, മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള റിവ്യൂവർ എന്ന് പറയുമ്പോൾ ഷസാമാണ് തോന്നുന്നു. എനിക്ക് ഇറ്റ്സ് നോട്ട് അശ്വന്ത് ഗോക്ക്, ഐ തിങ്ക് സോ. ഇനി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം, ഓക്കെ? അപ്പം അങ്ങനത്തെയൊക്കെ പരിപാടികളുള്ള സമയത്ത് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കണ്ടൻറ് വൈസ് ഒരു സാധനം പുൾ ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ അത് OTT വിൽക്കാനോ അല്ലെങ്കിൽ നാട്ടുകാർ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ചെയ്തു പക്ഷെ നാട്ടുകാർക്ക് ഡെലിവർ ആയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എന്തിനടാ എന്തിന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതേപോലെ കേസ് കൊടുക്കുന്നത് പോയിട്ട്? ആൻഡ് ആ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത വർക്ക് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കാരണം കൊണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഇത് റിവ്യൂവറിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടണം എന്നുള്ള മൂഡിലേക്ക് കാര്യങ്ങൾ മാറ്റിയ എന്ത് കാര്യം? ദർ ഇസ് നോ യൂസ്. അപ്പോൾ ന്യൂസ് ഐറ്റികൾ വേണമെന്ന് ഞാൻ ഇനിയും വെച്ചാലട്ടെ, ഈ ചെങ്ങായി നിർത്തിയിട്ടില്ല, ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ സാധനം. ആണെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ കൊണ്ട് പ്ലേ ചെയ്യാം. ഇതിന് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ധ്യാൻ്റെ 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയിട്ടാണ് അവർ 30 സീൻ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതിൽ കാണാനും ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പിന്നെ AI അതിപ്രസരം. നിങ്ങൾക്കൊരു സിനിമ എടുക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്കത് കഥയായിട്ട് ഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിലാണ്. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. ഞാൻ തന്നെ പറഞ്ഞു, സീക്രട്ട് ഓഫ് കലിംഗ എനിക്ക് വളരെ മോശം സിനിമയായിട്ടാണ് തോന്നിയത്. അതവിടെ കഴിഞ്ഞു. ഇവിടെ പ്രശ്നം, ഇതിന് നിർമ്മാതാക്കൾ പറയുന്നത് ഇതിന് വ്യക്തിപരമായ രീതിയിലേക്ക് മാറുക, അതായത് നായിക കഥാപാത്രമുള്ള സിനിമകളെ മോശമായി ചിത്രീകരിക്കുക, ഇതാണ് ഇവർ പറയുന്ന പരാതി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കഥ പൂർണ്ണമായും പുറത്താക്കുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇങ്ങനെ കഥ പൂർണ്ണമായ രീതിയിലേക്ക് അശ്വന്ത് ഗോക്കിന് റിവ്യൂവിൽ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് നോക്കുമ്പോഴേക്കും സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ ഒട്ടും നീതി ഉണ്ടാക്കാത്ത സിനിമയാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കഥപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഡയലോഗ്സിൻ്റെ ഡ്രാമാറ്റിക്സ് പരിപാടിയുണ്ട്, ഭയങ്കര ഓവർ അഭിനയമുണ്ട്, വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സിനിമ തന്നെയാണ് സീക്രട്ട് ഓഫ് കലിംഗ. സീക്രട്ട് ഓഫ് കലിംഗ ധ്യാൻ്റെ 2 ദിവസത്തെ ഡേറ്റ് കാരണം ധ്യാനെ കുറേ അധികം സീനിൽ ഉൾപ്പെടുത്തി പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പെർഫോമൻസ് വൈസ് ഭയങ്കര ഓവറാണ്, സിനിമാറ്റോഗ്രഫി വളരെ ശോകമാണ്, AI സീക്വൻസുകൾ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ധ്യാൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ലുക്കൊക്കെ ഉണ്ടല്ലോ, അത് നല്ല വെടിപ്പായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷൻസ് രസമുണ്ട്, സീക്വലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സീക്വലിലേക്ക് കൊണ്ടുപോയിട്ടെന്ത കാര്യം, AI എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സീക്വൽ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇത് മൊത്തം AI, ഇത് കുറേ സീക്വൻസുകൾ ഇത് AI യൂസ് ചെയ്തേക്കാണ്. എന്തിന് AI? കാരണം അവർക്ക് അത്രയും വലിയൊരു വാസ്റ്റ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് ഈ AI വരുമ്പോഴേക്കും ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് AIക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ട് എന്ത് വേണ്ടത്, അതിനകത്തുള്ള പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തിട്ട് സാധനം ചെയ്താൽ മതി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടുമ്പോഴാണ് അതിന് നമുക്കൊരു സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. എന്തായാലും ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഇപ്പോൾ അശ്വന്ത് ഗോക്കിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അശ്വന്ത് ഗോക്ക് കഥ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്, അത് കാരണം വന്നിട്ടുണ്ട്. അശ്വന്ത് ഗോക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ സിനിമകളും പൊട്ടാറുണ്ടോ? ഇല്ല. അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ സിനിമകളെല്ലാം ഓടാറുണ്ടോ? ഇല്ല. അങ്ങനൊരു സാധ്യതയില്ല. പിന്നെ നിർമ്മാതാക്കൾ അങ്ങനൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വരുന്നു. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുറത്തു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. സംവിധായകൻ നമ്മൾ വിളിച്ച് സംസാരിച്ചു. സംവിധായകനുമായിട്ടുള്ള അഭിമുഖം ഉടനെ തന്നെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ കൊടുക്കുന്നതായിരിക്കും, അതും കാണാം. അതിനകത്തും കൃത്യമായിട്ട് സംവിധായകൻ്റെ എന്താണ് പറയാനുള്ളതെന്നുള്ളതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കും. സംവിധായകൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം ഇത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, അശ്വന്ത് ഗോക്ക് കാരണം എൻ്റെ ഭാവി തന്നെ ഇല്ലാതെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും എന്തായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ എന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണാം.
ഈ ചെങ്ങായിൻ്റെ മുന്നിലേക്കാണല്ലോ ഇനി ആ ഡയറക്ടർ വന്നിരിക്കാൻ പോകുന്നത്. ഇവൻ തന്നെ പറഞ്ഞു കഴിവ് കെട്ട ഡയറക്ടർ ആയതുകൊണ്ടും പ്രൊഡക്ഷൻ ടീം ആയതുകൊണ്ടുമാണ് വെച്ചിട്ട് എല്ലാ സീക്വൻസും എടുത്തിട്ട്. കാരണം അത്ര വാസ്റ്റ്. അങ്ങനെ കഴിവില്ലാന്നുണ്ടെങ്കിൽ ഇവന് വെച്ചെടുക്കാൻ നിൽക്കണോ, അത് ആർക്ക് വേണോ ഉപയോഗിച്ചോളൂ നീ ചെങ്ങായിനെ പറഞ്ഞു. ഇയാളെ മുന്നിലേക്ക് തന്നെ പോയിട്ട് ഇൻ്റർവ്യൂവിന് ഇതിൻ്റെ ഡയറക്ടർ നിന്ന് കൊടുത്ത്. ഇതിൻ്റെ ഡയറക്ടർ ഞാൻ സത്യം പറയുമല്ലോ, ഈ ചെങ്ങായി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലൈക്ക് എന്താ പറയുക പ്രിവ്യൂ ഷോ നടക്കുന്ന, പ്രിവ്യൂ അല്ല ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ FDFS നടക്കുന്ന സമയത്ത് തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ ആകെ വിറച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞു. ഒരു പാവത്താനാണെന്ന് ഈ ചെങ്ങായി. ഓക്കെ, കുറേ കാലത്തെ ഒരു ആഗ്രഹം മൂത്ത് സിനിമയും ചെയ്ത് ഡയറക്ഷനും ചെയ്ത് അഭിനയിക്കും ചെയ്ത് റൈറ്റിങ്ങും ചെയ്ത് എല്ലാം ചെയ്ത് അങ്ങോട്ട് ചെങ്ങായി അങ്ങോട്ട് ചെയ്ത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയോ കണ്ടൻറ് വൈസ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ അതൊന്നും നോക്കുന്നില്ല. ഒരു തരം ഭ്രാന്ത്, മനസ്സിലായോ? അതിൻ്റെ മുകളിലൊന്നും സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കാൻ ഭയങ്കര പാടാണ്. ഭ്രാന്ത് വേണം, പക്ഷെ അതിന് ആ പാഷനും ആ ഭ്രാന്തും ക്വാളിറ്റീൻ്റെ മുകളിൽ വേണം. ക്വാളിറ്റി വേണം, കണ്ടൻറ് വൈസ് ക്വാളിറ്റി വേണം, മനസ്സിലായില്ലേ? കണ്ടൻറ് ക്വാളിറ്റി ഇല്ല. നിങ്ങൾ ഇനി ഏത് വളരെടുത്ത് വെച്ചിട്ടും കാര്യമില്ല. കണ്ടൻറ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിലേക്ക് കഥ അത്രയും കിടനായിരിക്കണം, മേക്കിംഗ് സെറ്റാവണം, സ്ക്രീൻ പ്ലേ കിടനായിരിക്കണം, പിന്നെ ഇതിൻ്റെ നറേഷൻ, അതിൻ്റെ പാറ്റേൺ പക്കയായിരിക്കണം, എല്ലാം. ഇതൊരു ഭയങ്കര എന്താ പറയുക ടെക്നിക്കലി ഇപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ഓക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് ക്വാളിറ്റിയിലെടുക്കണം. അല്ലാതെ ക്വാണ്ടിറ്റി വൈസ് ഞാൻ 4 കൊല്ലം പണിയെടുത്തു, ഞാൻ ഇത്ര കാശ് മുടക്കി, ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ക്വാളിറ്റി പറയണം. ക്വാളിറ്റി മാറ്റേഴ്സ്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പടം പൊട്ടുമ്പോൾ റിവ്യൂവേഴ്സിൻ്റെ തലയിൽ കയറിയിരുന്നിട്ടോ 4 ന്യൂസ് ചാനലിൽ പോയിരുന്നിട്ട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ പ്രൊഡ്യൂസറേയും വെച്ച് കേസ് കൊടുപ്പിച്ചിട്ടോ നോ യൂസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ മുകളിൽ വിശ്വാസമില്ലാത്ത പക്ഷമാണ് നിങ്ങൾ ഓടി വന്നിട്ട് എന്ത് പറയുന്നത്, അയ്യോ ഞങ്ങളെ സിനിമ ഒന്ന് കാണണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞങ്ങളെ സിനിമ ഒന്ന് കാണണേ, ഇത് രണ്ടും പറയുന്നവരുണ്ടാവും. പക്ഷേ ഈ 2 കൂട്ടരും ലാസ്റ്റ് എന്താണ്, പടം വർക്കായില്ല എന്നൊരു മൂവി റിവ്യൂവറോടെ പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ബോംബിങ് ആയി, ആ റിവ്യൂവറിൻ്റെ പേരിൽ കേസായി. നിങ്ങൾ വരണ്ട, എന്തിനാ നിങ്ങളൊക്കെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമുള്ള നമ്മളോട്? ആരും പറയണ്ട. വ്യാഴം വെള്ളി ആകുമ്പോൾ സിനിമ ഇറങ്ങുന്നത് നമുക്കറിയാം. നിങ്ങൾ ആരുടെ കാശിനുമല്ല നമ്മൾ പടവും കാണുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ പടവും കാണുന്നത്. നമ്മൾ കണ്ടിട്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് പോട്ടറേ, മനസ്സിലായാ? അതിന് ആരുടെയും ഒത്താശ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളോട് ആരും വന്ന് പറയണ്ട. ഓക്കെ. ഞാൻ യൂറോപ്പിലെങ്ങാണ്ട് ടൂർ കഴിഞ്ഞ് വന്നിട്ടില്ല, ആ ടൈമിൽ ഈ പടം ഇറങ്ങി പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും കയറി കണ്ട് കിട്ടിയിരുന്നു അടുത്തൊരു കേസ്. കാരണം ഇപ്പം വന്ന് കാണാനും പറയും, ലാസ്റ്റ് കണ്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നെഗറ്റീവായി കഴിഞ്ഞാൽ കേസും കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ പറയുന്നതിൻ്റെ ഡയറക്ടറോട് അടുത്തൊരു സിനിമ എടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് എ ബെറ്റർ തിങ്. ഓക്കെ, ഇത് കയ്യിൽ നിന്ന് പോയത് പോയി. ഞാൻ അതിൻ്റെ മുകളിൽ ഉറക്കം കളഞ്ഞിട്ടോ ജീവൻ അവസാനിപ്പിക്കാൻ നിന്നിട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല ഇത്രയും ഹെവി പൈസയുടെ ഗെയിം. അത് പ്രൊഡ്യൂസേഴ്സും ആദ്യം മനസ്സിലാക്കണം. ഇതേപോലെ ഭയങ്കര സാധുവായ അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയ അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊന്നും കോടിക്കണക്കിന് രൂപ എടുത്ത് ഏൽപ്പിക്കുന്നത് നിങ്ങളെ മണ്ടത്തരമല്ലേ? ഇത് മുടക്കി അത് ഇട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അതെങ്ങനെ വരും, ഏത് രീതിയിലാവും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വിഷൻ വേണം. അല്ലാതെ രാവിലെ എണീച്ചിട്ട് പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് തുടങ്ങിയിട്ട് 100 ഇട്ട് 1000 കിട്ടുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊന്നും നടക്കില്ല. ഓക്കെ, കണ്ടൻറ് ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി, ഇതൊക്കെ വേണം, ഇല്ലെങ്കിൽ പാളും. പിന്നെ ഈ റിവ്യൂവറിൻ്റെ നെഞ്ഞത്ത് കയറിയിരുന്നാൽ നിങ്ങളുടെ ഈ കേസൊന്നും എവിടെ എത്താൻ പോകുന്നവൻ ഒന്നതാണ് ഞാൻ പറഞ്ഞു. ഇത് ആശുനോക്ക് കൊണ്ടിട്ട് ആ ഒറ്റ റെക്കോർഡ് കേൾപ്പിച്ചാൽ മതി. ഡയറക്ടർ എന്നെ വിളിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പിന്നെ വുമൺ കാർഡ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിപ്പിക്കാം. ഏത് സിനിമയിലെ സ്ത്രീയെ പറഞ്ഞു, അപ്പോൾ പുരുഷനെ പറഞ്ഞ് നിങ്ങൾക്ക് വാല്യൂ ഇല്ലേ? അതെ, സീരിയസ് ആയിട്ട് ചോദിക്കുക. പുരുഷനെ പറയുന്നത് പുരുഷൻ പേപ്പറിൽ നിന്ന് കിട്ടിയതാ. ആ ഒരു കേസ് അങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അതൊരു ഫാബ്രിക്കേറ്റഡ് സാധനമാണ്. ഇതിങ്ങനെ വേറൊരു യൂണിവേഴ്സ്.